إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നന്മ നിറഞ്ഞ ജീവിതവുമായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുടെ കലവറയാണ് പരിശുദ്ധ റമളാൻ. അതിൻ്റെ പരിപാവനമായ ഓരോ ദിനരാത്രികൾ വളരെ വേഗതയിൽ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും റമളാനിലെ നിർണായകമായ അതിശ്രേഷ്ഠകരമായ അതിൻ്റെ അവസാന 10 എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രികൾ എങ്ങനെ ചെലവഴിക്കണം എന്ന ഇസ്ലാമിക പ്രമാണങ്ങളിലെ പാഠങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ റമളാനിൻ്റെ അവസാന 10 വളരെ പ്രാധാന്യപൂർവം സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതാണ് എന്ന ഇസ്ലാമിക പ്രമാണങ്ങളിലെ സന്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒടുവിലെ 10-നെക്കുറിച്ച് ഏറ്റവും സുപ്രധാനമായി നാം ഓർക്കേണ്ട ഒരു തത്വം, കർമ്മ നിരതരാവേണ്ട ദിനരാത്രികളാണ് ഇത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. മറ്റൊരു കാലത്തും ചെയ്യാത്ത വിധത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ അത്യധ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞങ്ങൾ കണ്ടിരുന്നു എന്നാണ്. അഥവാ പരിശുദ്ധ റമളാനിലെ തന്നെ മറ്റു ദിനരാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി റമളാനിൻ്റെ അവസാന 10 നന്മകൾ നിർവഹിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യത്തോടെ ഉത്സാഹത്തോടെ അവയെ പ്രയോജനപ്പെടുത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പാഠമാക്കുമ്പോൾ നമുക്ക് പകർന്നു ലഭിക്കുന്ന ഒരു പാഠം. അതിൽ തന്നെ ആ അവസാന 10 മൊത്തത്തിൽ നന്മകൾ ചെയ്യാൻ പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ രാവും പകലും പരിഗണിക്കുമ്പോൾ അതിൻ്റെ രാവിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തണം എന്ന് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ തന്നെ മറ്റൊരു ഹദീസ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ർ, അവസാന 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ ഷദ്ദ മിഅ്സറഹു, പ്രവാചകൻ ഉടുമുണ്ട് മുറുക്കിയുടുക്കും. അഥവാ കൂടുതൽ പ്രവർത്തിക്കണം എന്ന നിലക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കും. വഅഹ്യ ലൈലഹു, രാത്രി ഉറങ്ങുന്നതിന് പകരം ഉറക്കം ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിനെ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കും. മൂന്നാമത്തേത് വഅയ്ഖള അഹ്ലഹു, റസൂലുള്ള മാത്രം ഈ ഇബാദത്തുകൾ നിർവഹിക്കുകയല്ല, മറിച്ച് പ്രവാചകൻ തൻ്റെ വീട്ടുകാരെ വിളിച്ചുണർത്തുകയും അവരോട് നന്മകൾ ചെയ്യാൻ പ്രത്യേകം
പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ അവസാന 10 അവസാന രാവുകൾ നന്മകൾ ചെയ്യുന്നതിന് വേണ്ടി ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ സജീവമാകേണ്ട ഒരു സന്ദർഭമാണ്. ഉറക്കം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ തീരെ ഉറങ്ങില്ല എന്നർത്ഥമില്ല. മറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ലൈലതൻ ഹത്ത സ്വബാഹ്. പ്രഭാതം വരെ ഉറക്കം ഒഴിവാക്കുന്ന അവസ്ഥ പ്രവാചകനിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഒരുപാട് നേരം ഉറങ്ങാതെ ഇബാദത്തുകൾ നിർവഹിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദുആ നടത്തി ഇസ്തിഗ്ഫാർ നടത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തെ ഇബാദത്തുകൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് സജീവമാക്കിയിരുന്നു എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 20ാമത്തെ നോമ്പാണ്. ഇന്നത്തെ മഗ്രിബോട് കൂടി 21ാം രാവായി. റമളാനിന്റെ അവസാന 10 ആ ദിവസങ്ങൾ തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 രീതികളാണ് പ്രധാനമായി നാം കാണുന്നത്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസങ്ങൾ പൊതുവിൽ നന്മകൾ ചെയ്യുന്നതിൽ അത്യധ്വാനം ചെയ്തു. രണ്ടാമത്തെ പ്രത്യേകത, രാവ് ഇബാദത്തുകൾക്ക് വേണ്ടി പ്രാധാന്യപൂർവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തി എന്നാണ്. ഈ 20ാമത്തെ നോമ്പിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ നമ്മെക്കുറിച്ച് ഈ 20 ദിവസങ്ങൾ എങ്ങനെ നമ്മൾ ചെലവഴിച്ചു എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. ഈ റമളാൻ വേണ്ട വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ പാരായണവും രാത്രി നമസ്കാരവും ദാനധർമ്മങ്ങളുമായി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതല്ല, ഇന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചതുപോലെ ഇതൊരു ഭക്ഷ്യമേളയുടെ വ്യത്യസ്ത രൂപത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ ആസ്വദിക്കാനും അതിൻ്റെ ടേസ്റ്റ് അറിയുവാനുമുള്ള ഒരു മാസമായി ആരൊക്കെയോ ചിത്രീകരിക്കുന്നത് പോലെ ഒരുപാട് തിന്നും പിന്നെ തിന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ കുറെ ഉറങ്ങിയും ആലസ്യത്തോടു കൂടിയാണോ നമ്മൾ ഈ ദിവസങ്ങളെ ചെലവഴിച്ചത് എന്ന് വളരെ കൃത്യമായി ഓരോരുത്തർ ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പാഴാക്കുന്ന നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഒരിക്കലും അംഗീകൃതമല്ല. ഇസ്ലാമിക ലോകത്തെ പ്രഗത്ഭ പണ്ഡിതൻ ഇബ്നു റജബ് റഹിമഹുള്ളയുടെ ഒരു വാചകം കാണാം. യമൻ ഉംറുഹു ഫീ ലാ ശൈഇൻ. നന്മകൾ ചെയ്യാതെ സമയത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താതെ ആയുസ് തുലച്ചവരെ, ഇസ്തദ്രിക് മാ ഫാതക ഫീ ലൈലത്തുൽ ഖദർ. നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ്സിൽ നഷ്ടപ്പെടുത്തിയത് റമളാനിന്റെ ഒടുവിലെ 10 ലൈലത്തുൽ ഖദറിലൂടെ നിങ്ങൾ തിരിച്ചു പിടിക്കണം. ഫഇന്നഹാ തുഹ്സബു ബിൽ ഉംർ. കാരണം ലൈലത്തുൽ ഖദർ എന്നത് ഒരു ആയുസ്സിന് സമമാണ്. ഒരു ആയുഷ്കാലത്ത് ഒരാൾ ചെയ്യുന്ന അമലുകൾക്ക് തുല്യമാണ് ലൈലത്തുൽ ഖദറിലെ നന്മകൾ എന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റമളാനിനെ സംബന്ധിച്ച് മൊത്തത്തിലും അവസാന 10 കുറിച്ച് പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന തത്വമാണ് ലൈലത്തുൽ ഖദർ എന്നത്. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം. 97-ാം അധ്യായം സൂറത്തുൽ ഖദർ ആണ്. ആ സൂറത്തുൽ ഖദറിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നിശ്ചയം വിശുദ്ധ ഖുർആനിനെ ലൈലത്തുൽ ഖദറിലാണ് നാം അവതരിപ്പിച്ചത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് നിങ്ങൾക്കറിയാമോ? ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠകരമായ ഒന്നാണ് ആ അനുഗ്രഹീതമായ രാവ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രഭാതം വരെ മലക്കുകൾ വാനലോകത്ത് നിന്ന് ഭൂമിയിൽ ഇറങ്ങുകയും അവര് ഈ ആളുകൾക്ക് വേണ്ടി, ഇബാദത്തുകൾ നിർവഹിക്കുന്നവർക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നു. വഇന്നൽ മലായികത തിൽകൽ ലൈല അക്സറു ഫിൽ അർളി മിൻ അദദിൽ ഹസാ. ഭൂമിയിലുള്ള മണൽ തരികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ മലക്കുകൾ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അന്നിറങ്ങി വരും. അവർ ഭൂമിയിലുള്ള സ്വാലിഹീങ്ങളായ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രഭാതം വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ ഒരു രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ്
ഈ രണ്ട് പ്രത്യേകതകൾ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. ഒന്ന്, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. 2, ഭൂമുഖത്ത് മണൽ തരികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ മലക്കുകൾ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രാവാണ് അത്. ആ രാവിനെ പ്രയോജനപ്പെടുത്തണം. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ രാവിനെ ഒരാൾ നന്മ ചെയ്യുന്നതിനു വേണ്ടി സ്വീകരിച്ചാൽ അയാളുടെ ജീവിതത്തിലെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട്. ആ നിലക്കുള്ള പ്രത്യേകതകൾ ഈ രാവിനുണ്ട്. ഒരു ഹദീസിൽ കാണാം, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. ഈ രാവിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആ രാവിന്റെ പ്രത്യേകത മനസ്സിലാക്കി ഒരാൾ നന്മ ചെയ്യണം. ആരെങ്കിലും നന്മ ചെയ്യാതെ ആ രാവ് പാഴാക്കിയാൽ, ആർക്കെങ്കിലും ആ രാവിന്റെ അനുഗ്രഹം തടയപ്പെട്ടാൽ ഫഖദ് ഹുരിമ, അവന് നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോകും, നന്മകളെല്ലാം തടയപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒടുവിലെ 10 സംബന്ധിച്ച് ലൈലത്തുൽ ഖദ്ർ എന്ന ആ ഒരു സവിശേഷ വസ്തുതയെക്കുറിച്ചും നമുക്ക് ഒരു ധാരണ വേണം. എന്നാൽ എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്നത് നമുക്കറിയില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അവസാന 10 ഉപയോഗപ്പെടുത്തുക എന്നാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്ർ മാ അദ്ഗു. അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കെങ്ങാനും ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ എന്താണ് ഞാൻ അന്ന് പ്രാർത്ഥിക്കേണ്ടത്? എന്നാണ് ലൈലത്തുൽ ഖദ്ർ അറിയാത്തത് കൊണ്ട് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം എന്നാണ് ആ ചോദ്യത്തിന്റെ ധ്വനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവേ, നീ വിട്ടുപുറത്ത് മാപ്പ് നൽകുന്നവനാണ്. അടിമകൾക്ക് അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നത് നിനക്കിഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, അറിഞ്ഞും അറിയാതെയും സംഭവിച്ച പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണം എന്ന മഹനീയമായ ആശയം ഉൾക്കൊള്ളുന്ന ആ പ്രാർത്ഥന ഉരുവിടണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ദുആ, ഈ ഒരു പ്രാർത്ഥനാശകലം അത് പ്രത്യേകമായി ഉപയോഗപ്പെടുത്തുക എന്നത് ലൈലത്തുൽ ഖദ്റിനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇവിടെ സ്വാഭാവികമായും നമ്മുടെ മനസ്സുകളിൽ സാധാരണ കടന്നു വരാറുള്ള ഒരു സംശയമുണ്ട്, എന്നാണ് ലൈലത്തുൽ ഖദ്ർ? എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ അറിയാതെ പോകുന്നത്? ആർക്കെങ്കിലും ലൈലത്തുൽ ഖദ്ർ തിരിച്ചറിയാൻ സാധിക്കുമോ എന്നത് ചരിത്രം പരിശോധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അറിയുമായിരുന്നില്ല. യഅതഖഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റൽ അവ്വലി മിൻ റമളാൻ. റമളാനിലെ ആദ്യ 10 അല്ലാഹുവിന്റെ റസൂൽ ഇഅ്തികാഫിരുന്നു. ആ സമയത്ത് സഹാബത്തും കൂടെ ഇഅ്തികാഫിരുന്നു. എന്തിനാണ് ഇഅ്തികാഫിരുന്നത്? ലൈലത്തുൽ ഖദ്റിനെ തേടിക്കൊണ്ടാണ്. ആ സമയത്താണ് വാനലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഇന്നല്ലദീ തത്ലുബു അമാമക്. പ്രവാചകരെ, താങ്കൾ തേടുന്ന ലൈലത്തുൽ ഖദ്ർ ഈ ദിവസങ്ങളിലല്ല, മുന്നോട്ടുള്ള ദിവസങ്ങളിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതകഫൽ അശർ അൽ ഔസത്ത്, നടുവിലെ 10, 2-ാം 10 പ്രവാചകനും സ്വഹാബത്തും ഇഅ്തികാഫിരുന്നു. ആ സമയത്തും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, ഇന്നല്ലദീ തത്ലുബു അമാമക്. പ്രവാചകരെ, താങ്കൾ തേടുന്ന ലൈലത്തുൽ ഖദ്ർ നടുവിലെ 10-ലുമല്ല, താങ്കളുടെ മുന്നിലുള്ള ദിവസങ്ങളിലാണ്. അങ്ങനെ അറിഞ്ഞപ്പോൾ ഫഖാമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതീബൻ സബീഹത 20 മിൻ റമളാൻ. 20-ാമത്തെ നോമ്പിന്റെ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബ നടത്തുന്നു. ആ ഖുതുബയിൽ റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന യഅതകഫ മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയർജഅ. ഇന്നത്തെ ഇഅ്തികാഫ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് പകരം എൻ്റെ കൂടെ ഇഅ്തികാഫ് ഇരുന്നവരെല്ലാം ഇനിയും ഇഅ്തികാഫിനു വേണ്ടി തിരിച്ചു വരണം. ഫഇന്നി ഉരീതുൽ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയിലാണ് എന്ന് എനിക്ക് കാണിക്കപ്പെട്ടു. വഇന്നി നുസീതുഹാ. എന്നാൽ അത് ചില കാരണങ്ങളാൽ എന്നെ തൊട്ട് മറപ്പിക്കുകയും ചെയ്തു.
വഇന്നഹാ ഫിൽ അശ്റിൽ അവാഖിർ ഫീ വിത്ർ. അത് റമളാനിന്റെ ഒടുവിലെ 10-ലാണ്, അതിലെ ഒറ്റയായ രാവുകളിലാണ്. ആ ഒറ്റയായ രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് ഇഅ്തികാഫ് നടത്തുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്തത് ഹദീസുകളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, എനിക്കിന്നത്തെ ഖുത്ബയിൽ മൂന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത് ഈ ഭാഗമാണ്. റമളാനിന്റെ അവസാന 10-ൽ ഒരു വ്യക്തിക്ക് നിർവഹിക്കാവുന്ന വളരെ ശ്രേഷ്ഠകരമായ ഒരു സുന്നത്താണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ അവസാന 10-ലായിരുന്നു സാധാരണ ഈ സംഭവത്തിന് ശേഷം ഇഅ്തികാഫ് ഇരുന്നത്. എന്നാൽ അവിടുന്ന് മരണപ്പെട്ട വർഷം 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നിരുന്നു. പ്രഗത്ഭരായ സ്വഹാബത്ത് ഇരുന്നിരുന്നു. പ്രവാചകന്റെ കാലശേഷവും അവിടുത്തെ പത്നിമാർ, പ്രവാചകന്റെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഇഅ്തികാഫ് എന്നതും നാം മനസ്സിലാക്കണം. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ലുസൂമു ഫിൽ മസ്ജിദ് ലിൽ ഇബാദ, ഇബാദത്ത് നിർവഹിക്കാൻ പള്ളിയിൽ സമയം ചെലവഴിച്ച് ഒഴിഞ്ഞിരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പല ആളുകളും പള്ളിയിൽ ഇരിക്കലുണ്ട്, അന്ന് കാറ്റുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആളുകളുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുക, അങ്ങനെ പല ഉദ്ദേശത്തിന് പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ട്. ചില ആളുകളെ കാണാൻ, ഒരു കടം വാങ്ങാനോ കല്യാണത്തിന്റെ കാര്യം പറയാനോ മറ്റെന്തെങ്കിലും ഭൗതികമായ ആവശ്യങ്ങൾ പറയാനോ പോലെ പള്ളിയിൽ പോയാലേ കാണുള്ളൂ എന്ന് പറഞ്ഞ് പള്ളിയിൽ പോലുണ്ട്. പള്ളിയിൽ പോകുന്നതിനും പള്ളിയിൽ സമയം ചെലവഴിക്കുന്നതിനും ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ, ന്യായങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഒരാൾ പള്ളിയിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് നിർവഹിക്കണം എന്ന ഉദ്ദേശത്തോടെ പള്ളിയിൽ ഒഴിഞ്ഞിരിക്കുക, ആളുകളിൽ നിന്ന് മാറിയിരിക്കുക, എന്നിട്ട് ഇബാദത്തുകളിൽ വ്യാപൃതനാവുക, ഈ രീതിക്കാണ് ഇഅ്തികാഫ് എന്ന് പറയുക. ഈ ഇഅ്തികാഫ് എപ്പോഴാണ് ഇരിക്കേണ്ടത്? അതിൻ്റെ ഒരു പൂർണ്ണത, അതിൻ്റെ ഒരു സുന്നത്തിൻ്റെ ശരിയായ രൂപം റമളാനിലെ അവസാന 10 പൂർണ്ണമായി ഇരിക്കലാണ്. അഥവാ ഇന്ന് 20-ാമത്തെ നോമ്പാണ്. ഇന്നത്തെ മഗ്രിബോട് കൂടി 21-ാം രാവായി. ആ 21-ാം രാവിൻ്റെ ആ സൂര്യാസ്തമയം മുതൽ പെരുന്നാൾ രാവിൻ്റെ സൂര്യാസ്തമയം വരെ, ഇന്നത്തെ മഗ്രിബോട് കൂടി ഇഅ്തികാഫിന് പ്രവേശിച്ച് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ മഗ്രിബ് വരെ ആ ദീർഘമായ 10 ദിവസങ്ങൾ പൂർണ്ണമായി ഇരിക്കുന്നതാണ് ഇഅ്തികാഫിൻ്റെ ഒരു പരിപൂർണമായ ഒരു രൂപം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നത്. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലൊരു സംഭവം കാണാം. ഒരു രാത്രി ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരു നേർച്ച അദ്ദേഹം ചെയ്തതിനെ കുറിച്ച് അത് പൂർത്തിയാക്കട്ടെ എന്ന് റസൂലുള്ളയോട് ചോദിക്കുമ്പോൾ റസൂലുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരം ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഒരു പകലും രാവും പൂർണ്ണമാകാതെ ഒരു രാവ് മാത്രം, ഒരു രാത്രി മാത്രം ഇഅ്തികാഫ് ഇരിക്കുന്നതും റസൂലുള്ള അംഗീകരിച്ചിട്ടുണ്ട്. അതിനെയും ഇഅ്തികാഫായി പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇഅ്തികാഫ് അല്പസമയം നിന്നാലും, ഇനി 1-2 മണിക്കൂറാണെങ്കിലും, റമളാനിലെ ഏതെങ്കിലും ചില രാത്രികളാണെങ്കിലും, ഒറ്റയായ രാത്രികളാണെങ്കിലും, പ്രത്യേകമായ ഏതെങ്കിലും രാവുകൾ മാത്രമാണെങ്കിലും അതിനൊക്കെ ഇഅ്തികാഫായിട്ട് പരിഗണിക്കാം. പക്ഷെ അതിന് പൂർണ്ണമായൊരു പ്രതിഫലം ലഭിക്കില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പൊ ഇഅ്തികാഫ് ഇരിക്കുന്നവർ പ്രയോറിറ്റി നൽകേണ്ടത് പൂർണ്ണമായ ഇഅ്തികാഫുൻ കാമില, അതിനാണ് പരിഗണന, പൂർണ്ണമായ ശ്രദ്ധ നൽകേണ്ടത്. ഇനി പല കാരണത്താൽ അതിന് സാധിക്കാത്തവര് അത് കഴിയുന്ന ദിവസങ്ങളിലെ രാത്രികളിലെങ്കിലും ഇഅ്തികാഫ് ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അതിനും സാധിക്കാത്ത ആളുകൾ റമളാനിന്റെ അവസാനത്തെ രാവുകൾ വീടുകളിൽ വെച്ചാണെങ്കിൽ പോലും ഉറക്കമൊഴിച്ച് ഇബാദത്തുകൾ നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ സജീവമായി ആ സമയത്ത് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പിന്നെ ആളുകൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകാറുള്ളൊരു സംശയം, എവിടെയാണ് ഇഅ്തികാഫ് ഇരിക്കുക, ഏതൊക്കെ പള്ളികളിലാവാം എന്നാണ്. ഈ വിഷയത്തിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ പോലെയുള്ളവർ 7ഓളം അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. പള്ളി തന്നെ ആവണമെന്നില്ല എന്ന് അഭിപ്രായപ്പെട്ട ചിലരുണ്ട്. അതേപോലെ പരിശുദ്ധമായ 3 പള്ളികൾ, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ 3 പള്ളികളിൽ മാത്രമേ പാടുള്ളൂ എന്ന അഭിപ്രായങ്ങളും കാണാം. എന്നാൽ ഇതിലെ സ്വീകാര്യമായ പ്രബലമായ റാജിഹായ അഭിപ്രായം, ജമാഅത്ത് നടക്കുന്ന ഏത് പള്ളിയിലും ഒരാൾക്ക് ഇഅ്തികാഫ് ഇരിക്കാം. സ്വഹാബിമാരുടെ ചില അസറുകൾ പരിശോധിച്ചാൽ
ജുമാ നടക്കാത്ത എന്നാൽ പതിവായി 5 വക്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന പള്ളിയിൽ ഒരാൾ ഇത്തികാഫിരുന്നാലും ആ ഇത്തികാഫ് സ്വഹീഹാകുമെന്നാണ്. പക്ഷേ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് പള്ളിയിൽ പോകുന്ന അവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ട് ജമാഅത്തുള്ള പള്ളിയിൽ തന്നെ ഒരാൾ ഇത്തികാഫിരുന്നാൽ അയാൾക്ക് ഇത്തികാഫിൽ പൂർണ്ണത പ്രാപിക്കുവാൻ സാധിക്കും എന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇഅ്തികാഫ് ഈ രംഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അപ്പൊ നമുക്കറിയാം, സാധാരണ റമദാനിലെ ആളുകൾ കൂടുതൽ ആവേശം കാണിക്കുന്ന ഒരു പുണ്യമാണ് ഉംറ. ഉംറക്ക്, റമദാനിൽ ചെയ്യുന്ന ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. പക്ഷെ ആ ഉംറക്ക് കാണിക്കുന്നതിനേക്കാൾ താല്പര്യം ഇഅ്തികാഫ് ഇരിക്കുന്നതിന് വേണം. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അള്ളാഹുവിന്റെ റസൂൽ റമദാനിൽ ഉംറ ചെയ്തിട്ടില്ല. അതിന് പുണ്യമുണ്ട്, പക്ഷെ റസൂലുള്ള ചെയ്തിട്ടില്ല. എന്നാൽ റസൂലുള്ള മദീനയിൽ എത്തിയതിന് ശേഷം ഒരൊറ്റ ഇഅ്തികാഫും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പൊ റസൂലുള്ളയുടെ ജീവിതത്തിന്റെ ഫിഅല് പരിശോധിക്കുമ്പോൾ റമദാനിലെ ഉംറ അങ്ങേയറ്റം പ്രതിഫലാർഹമാണ്, പുണ്യമാണ്. എങ്കിലും അതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, താല്പര്യം കാണിക്കേണ്ടത് ഇഅ്തികാഫിന്റെ വിഷയത്തിലാണ് എന്ന് ഈ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്നിടത്ത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ അവസാന 10 ഇഅ്തികാഫ് ഇരുന്നോ അല്ലാതെയോ ഇബാദത്തുകൾ കൊണ്ട്, പ്രത്യേകിച്ച് അതിൻ്റെ രാവുകളെ നന്നായി പ്രയോജനപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്തം വീഴ്ചയില്ലാതെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. നാം സ്വയം നിർവഹിക്കുന്നതിനപ്പുറം നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടി വിളിച്ചുണർത്തി അവരെ കൂടി ഇബാദത്തുകളിൽ വ്യാപൃതരാകുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിലേക്ക് കുതിപ്പ് നടത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമദാനിൻ്റെ അവസാന നന്മകളിൽപ്പെട്ട ഒരു നന്മ എന്ന് പറയാവുന്ന ഒന്ന് ഫിത്ർ സക്കാത്താണ്. പെരുന്നാൾ ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്നവരിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നത് ഫിത്ർ സക്കാത്തിൻ്റെ ഒരു താല്പര്യമാണ്. മറ്റൊരു താല്പര്യം, നോമ്പ് നോൽക്കുന്നവരിൽ നിന്ന് മാനുഷികമായി ചില വീഴ്ചകളും പോരായ്മകളും സംഭവിക്കുമ്പോൾ അതിനുള്ള ഒരു പരിഹാരം, പ്രായശ്ചിത്തം എന്ന നിലക്കുള്ള ഒരു സ്വതഖ കൂടിയാണ്, ഒരു സക്കാത്ത് കൂടിയാണ് ഫിത്ർ സക്കാത്ത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ആ ഒരു ഫിത്ർ സക്കാത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ക്രമീകരണങ്ങൾ ആരംഭിക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് ഭക്ഷണമാണ് നൽകേണ്ടത്. സഹാബത്തിൻ്റെ ചില വാചകങ്ങൾ കാണാം, ഞങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി വിതരണം ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത് ഭക്ഷണമാണ്. ഒരു നാട്ടിലെ മുഖ്യ ആഹാരമെന്തോ അത് സക്കാത്തായി, ഫിത്ർ സക്കാത്തായി കൊടുക്കാം. അപ്പം അറബി നാട്ടിൽ അവർ അന്നത്തെ കാലത്ത് കാരക്ക പോലെയുള്ളത് അടക്കം കൊടുത്തത് ആ കാലഘട്ടത്തിലെ ഒരു മുഖ്യ ആഹാരം എന്ന നിലക്കാണ്. എന്നാൽ നമ്മൾ അരി തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഫിത്ർ സക്കാത്തിന് അരി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു മുഖ്യ ആഹാരം എന്ന നിലക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും വാചകങ്ങളിൽ ത്വആം എന്ന പ്രയോഗമാണ് കാണുന്നത്. അപ്പോൾ ഫിത്ർ സക്കാത്ത് എന്ന നിലക്ക് ഭക്ഷണം പാവപ്പെട്ടവർക്ക് ലഭ്യമാവുക എന്നത് അതിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ പറയും, എനിക്ക് ഫിത്ർ സക്കാത്തിൻ്റെ അരിയൊന്നും വേണ്ട, നിങ്ങൾ ആ പൈസക്ക് എനിക്ക് പൈസ തന്നോളി, അതിന് തുല്യമായ പൈസ എനിക്ക് തന്നോളി, എനിക്ക് പൈസക്കാണ് ആവശ്യം, മരുന്നിൻ്റെ പൈസ കൊടുക്കാണ്ട്, അതല്ലെങ്കിൽ എനിക്കിപ്പോൾ പെരുന്നാളിന് ഡ്രസ്സായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആ അരിക്ക് പകരം അതിൻ്റെ പൈസ എനിക്ക് തന്നോളി, എനിക്ക് പൈസയാണ് ആവശ്യം എന്നിങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ആർക്കാ ഇപ്പം ഇന്നത്തെ കാലത്ത് അരി വേണ്ടിയത്? നമ്മൾ ഫിത്ർ സക്കാത്തിന് പകരം ആൾക്കാരെ ആവശ്യം നോക്കി ഓല മരുന്നോ
പെരുന്നാളിൻ്റെ പൈസ അതല്ലെങ്കിൽ വസ്ത്രത്തിനുള്ള എന്തെങ്കിലും സംഭാവനകളൊക്കെ നമുക്ക് നൽകാം എന്ന നിലക്ക് പറയുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതൊരു ഇബാദത്താണ്. ഈ ഇബാദത്ത് എങ്ങനെ നിർവഹിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ളുഹർ 4 റക്അത്ത് നിസ്കരിക്കുകയാണ്. ഇത് അള്ളാന്റെ ഇഷ്ടം ലഭിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം ഒരാൾ പറയാണ് അള്ളാന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ ഒരു പാവപ്പെട്ട ആളെ സഹായിച്ചാൽ മതി. അപ്പം ഞാൻ ആ 4 റക്അത്ത് നിസ്കരിക്കണ സമയം കൂടി ഏതെങ്കിലും പാലിയേറ്റീവ് പ്രവർത്തകരെ കൂടെ പോയി ഒരു പാവപ്പെട്ടവനെ കുളിപ്പിക്കാൻ, അയാളുടെ വീട്ടിൽ പോയി ക്ലീനിങ് നടത്താൻ പോവാം, അതും അള്ളാഹ്ക്ക് ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞ് ഇബാദത്തുകളെ അട്ടിമറിക്കുക എന്നത് നമുക്ക് അംഗീകരിക്കപ്പെട്ട ഒരു രീതിയല്ല. ഫിത്ർ സക്കാത്തിന്റെ ലക്ഷ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൊണ്ട് അതിൽ ഒരു ആൾട്രേഷൻ നടത്തുക എന്നത് ഒരിക്കലും ശരിയല്ല. ഇസ്ലാമിക ലോകത്ത് പല വ്യതിയാന ചിന്തകളും ഒറ്റപ്പെട്ട ചില വാദങ്ങളും ഈ രൂപത്തിൽ ഇത്തരം രീതികളിൽ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രവണതകൾക്ക് ചെവി കൊടുക്കുക എന്നത് ശരിയല്ല എന്ന നിലക്കാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയിലെ പ്രസിദ്ധനായ പണ്ഡിതൻ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ റഹിമഹുല്ല പറയുന്നു, ചില ആളുകൾക്ക് പണം കൊടുക്കുമ്പോൾ പറയും പണം വേണ്ടാന്ന്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പണം കൊടുക്കാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവർ പറയും ഇയാൾക്ക് പൈസ വേണ്ടാന്ന്. അവരെ കുറിച്ച് എന്ത് മനസ്സിലാക്കണം? ഹാദാ ലൈസ ബിമുഹ്താജ്, ഇയാൾക്ക് ഭക്ഷണം ആവശ്യമല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭക്ഷണം ആവശ്യമുള്ള വേറെ പാവങ്ങൾ ഉണ്ടാവും, അവർക്ക് കൊടുക്കുക. നമ്മൾ കണ്ടെത്തിയൊരു പാവപ്പെട്ടവന് അരി വേണ്ടാന്ന് കരുതി ഓൽക്കുന്ന അരി കൊടുക്കണ്ട, വേറെ എന്തെങ്കിലും കൊടുക്കാന്ന് തീരുമാനിക്കണ്ട. അരി ആവശ്യമുള്ള, ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന, ജോലി നഷ്ടപ്പെട്ട, തൊഴിൽ രഹിതരായ, നിർധനരായ, കൂലിപ്പണിക്ക് പോവാൻ സാധിക്കാത്ത പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ട്. അവരെ നിങ്ങൾ പരിഗണിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഇനി ഫിത്ർ സക്കാത്തിന്റെ അളവ് എന്താണ്? അതിന് നിർണിതമായ ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പ്രചാരത്തിലുള്ള ഒരു അളവ് അല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. റസൂലുള്ളാഹിയുടെ കാലത്തുള്ളത് ഒരു സോഗ് എന്നാണ്. ഒരു സോഗ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അരിയുടെ പാത്രത്തിലിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഈ കൈക്കുമ്പിളിൽ അരി ഇങ്ങനെ എടുത്താൽ അത് ഒരു മുദ്ദാണ്. അങ്ങനെ 4 പ്രാവശ്യം കോരി മാറ്റിയാൽ ഒരു സോ ആണ്. അതാണ് ഒരു സോഇന്റെ അളവ്. അത് ഒരാളെ കയ്യിന്റെ വണ്ണവും കയ്യിന്റെ വലിപ്പവും അരിയുടെ രൂപത്തിനും അരിയുടെ സ്വഭാവത്തിനും അനുസരിച്ച് ആ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ചില ആളുകൾ ചില പള്ളികളിൽ 2,500 കണക്കാക്കണത്, ചില സ്ഥലങ്ങളിൽ 2,400 ആവും, ചില സ്ഥലങ്ങളിൽ 2,600 ആവും. അങ്ങനെ ഒരു 300 ഗ്രാം അങ്ങോട്ടോ അങ്ങോട്ടോ ആകുന്നതിൽ വിരോധമല്ല. റസൂലുള്ളാഹി അതിനെ പറഞ്ഞൊരു തൂക്കത്തിന്റെ ഒരു മാനദണ്ഡം, ഒരു പൊതു മാനദണ്ഡം. ഒരു സാധാരണക്കാരൻ്റെ കൈ 2 കൈ ചേർത്ത് പിടിച്ചാൽ അങ്ങനെ 4 പ്രാവശ്യം 4 മുദ്ദ് കൊടുക്കുന്നതാണ് ഒരു സോഗ്. അപ്പൊ അതിലിങ്ങനെ 2,400 ആണോ 2,600 ആണോ അതിലിങ്ങനെ വസ്വാസ് കാണിച്ച് അതിലിങ്ങനെ തർക്കിച്ച് കാൽക്കുലേറ്റർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ആവശ്യമില്ല എന്നതും നമ്മൾ മനസ്സിലാക്കാം. പിന്നെ 3ാമത്തെ കാര്യം, എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത്? ഇത് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്ന സമയം. ആ പെരുന്നാൾ നിസ്കാരത്തിന് തൊട്ട് മുമ്പുള്ള സമയം വരെയാണ് ഇത് കൊടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. പക്ഷെ അത് എല്ലാവർക്കും പ്രായോഗികം ആവൂല. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പൊക്കെ അവരത് വിതരണം ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ അസറുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു 28ാമത്തെ നോമ്പിനോ 29ാമത്തെ നോമ്പിനൊക്കെ കൊടുത്താൽ, അല്ലെങ്കിൽ 30ാമത്തെ നോമ്പിന് കൊടുത്താലൊക്കെ അത് ഫിത്ർ സക്കാത്തായി തന്നെ അത് പരിഗണിക്കും. അവസാനം ഈ വിഷയത്തിൽ ഉണ്ടാകാവുന്ന ഒരു വസ്വാസ്, ഇപ്പൊ നമ്മുടെയൊക്കെ പള്ളികളിൽ സാധാരണ ചെയ്യല് ഒരു 2.5 കിലോ അരിക്ക് മാർക്കറ്റിലെ വില നോക്കി ഒരു 105 രൂപ. അപ്പൊ ഇന്ന് നമ്മുടെ പള്ളിയിൽ നിശ്ചയിച്ച ഫിത്ർ സക്കാത്തിന്റെ ഒരാളുടെ വിഹിതം 105 രൂപയാണ്. അപ്പൊ 105 രൂപ പൈസ വാങ്ങി ഫിത്ർ സക്കാത്ത് പൈസ ആയിട്ട് വാങ്ങുന്നത് എങ്ങനെ ശരിയാവാ? റസൂലുള്ളാഹിയും സ്വഹാബത്തും പൈസയാണോ കൊടുത്തത്? അല്ലല്ലോ, അരിയല്ലേ കൊടുത്തത് എന്ന് പറഞ്ഞ് ഒരു ചിലപ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവും. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിതിൻ്റെ ഒരു പ്രായോഗികതയും പാവപ്പെട്ടവരുടെ ഒരു മസ്ലഹത്തുമാണ് നോക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു 2.5 കിലോ അരി കൊണ്ടിരുന്നു, മറ്റൊരാൾ അയാളെ വീട്ടിലുള്ള അരി, ഓരോ അരിയും വ്യത്യസ്തമായിരിക്കും. ഇത് പിന്നെ ഒരുമിച്ച് ഒരു പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികതയിൽ പ്രയാസമുണ്ട്, അതിൻ്റെ ഒരു മസ്ലഹത്തിൽ പ്രയാസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഏകീകരിച്ച സ്വഭാവത്തിൽ യൂണിഫോമായി ചെയ്യുക എന്ന നിലക്കാണ് നമ്മൾ
അരിക്ക് തത്തുല്യമായ ആ സ്വാഇന് തത്തുല്യമായ ഒരു സംഖ്യ നിശ്ചയിച്ച് ഒരാൾക്ക് 105 രൂപ എന്ന് കണക്കാക്കി, ചില പള്ളികളിൽ 110 ആവാം, 100 ആവാം, 130 ആവാം, തെരഞ്ഞെടുക്കുന്ന അരിക്കും അവർ കണക്കാക്കുന്ന തൂക്കത്തിനുമനുസരിച്ചാണ്. ഏകദേശം ഒരു സംഖ്യ എന്ന നിലക്കാണ് നമ്മുടെ സംഖ്യ 105 രൂപ ഞാൻ പറയുന്നത്. അപ്പൊ ആ 105 രൂപന്റെ പണം ഇവിടുത്തെ സക്കാത്ത് സെല്ലിനെ നിങ്ങൾ വക്കാലത്ത് ഏൽപ്പിച്ചാൽ ആ സംഖ്യക്കുള്ള അരി അവർ മൊത്തത്തിൽ വാങ്ങി അത് പൂർണ്ണമായി പാവപ്പെട്ടവർക്ക് നൽകും. അപ്പൊ ഈ വക്കാലത്ത് ഏൽപ്പിച്ച് അവർക്ക് ചെയ്യുന്ന അതിൻ്റെ ഒരു പ്രായോഗികതക്കാണ് പണം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പണമായി നൽകുന്നതിൽ വിരോധമല്ല. പക്ഷെ പാവപ്പെട്ടവൻ അത് എത്തേണ്ടത് അത് ഭക്ഷണമായിട്ടായിരിക്കണം എത്തേണ്ടത് എന്നത് നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തണം. അതേപോലെ ഇത് ആർക്കാണ് കൊടുക്കുന്നത്, ആ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് മിസ്കീന് കൊടുക്കാനുള്ളതാണ്, പാവപ്പെട്ടവന് കൊടുക്കാനുള്ളതാ. ചില ആളുകൾ പറഞ്ഞു പള്ളിക്കത്തരി ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടല്ലോ അല്ലോ എന്ന് പറഞ്ഞ് പള്ളിയിൽ വന്ന് പിന്നെ അതിന് ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട. ഇത് മിസ്കീനുള്ള ഭക്ഷണമാണ്, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമാണ്. ഉംറക്ക് പോയവൻ സംസം വെള്ളം കൊണ്ടുവരുന്നത് പോലെ മഹല്ലത്ത് എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല. മിസ്കീനായ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് അയാളുടെ പെരുന്നാൾ ആസ്വദിക്കാനും ആഘോഷിക്കുവാനുമുള്ള, അന്ന് അയാൾ പട്ടിണി കിടക്കുന്ന അവസ്ഥകൾ ഇല്ലാതിരിക്കുവാനുള്ള ഇസ്ലാമിൻ്റെ ഒരു സമീപനമാണ്. അതുകൊണ്ട് കൊടുക്കുന്നത് പാവപ്പെട്ടവർക്ക് മാത്രമാവുക. സ്വീകരിക്കുന്നവൻ ഞാൻ ഇതിന് അർഹതയുള്ളവനാണ് എന്ന് ഉറപ്പ് വരുത്തി മാത്രം സ്വീകരിക്കുക. ആ രംഗത്തെല്ലാം വ്യക്തികളും ഇതിൻ്റെ കമ്മിറ്റികളും ഇതിൽ ഭാഗവാക്കാകുന്ന ആളുകളെല്ലാം സൂക്ഷ്മത കാത്തു സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകിയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളും വേദനകളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനവും കാവലും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ, ഞങ്ങളുടെ പഠനങ്ങളിൽ, ജോലികളിൽ, വ്യവഹാരങ്ങളിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അധ്യാപകന്മാർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരുടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെയുള്ള മഹാസഹവാസം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ നന്മകൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിനകത്തും പുറത്തും മുസ്ലിമായതിൻ്റെ പേരിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ പീഡിതരായി കഴിയുകയാണ്. ഈ റമളാനിൻ്റെ ദിവസങ്ങളിൽ പോലും ഗസ അടങ്ങുന്ന ഫലസ്തീനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവേ, ഈ ഉമ്മത്തിൻ്റെ മേൽ നിന്റെ സമാധാനവും സഹായവും വർഷിപ്പിക്കണമേ. ഇസ്സത്തോടുകൂടി ജീവിക്കുവാൻ ഈ ഉമ്മത്തിന് നീ പ്രാപ്തി നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح حال إخواننا وأهلينا في غزة. اللهم أصلح أحوال المسلمين في فلسطين. اللهم أصلح أحوال المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.